ഈ ഒരു പാവയ്ക്ക ഇതിന് മുന്നേ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇന്ന് വൈകുന്നേരം മഴയൊക്കെ പെയ്ത് തോർന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അമ്മച്ചിയും കൂടെ വിചാരിച്ചു നമുക്ക് പാവയ്ക്ക പറിച്ചെടുക്കാമെന്ന്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ പാവയ്ക്ക ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ അധികം ദിവസമായിട്ടില്ല, എന്നാൽ കൂടി നമുക്ക് അടുത്ത റൗണ്ട് പാവയ്ക്ക പറിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഈ ഒരു പാവയ്ക്കയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ പാവയ്ക്കയുടെ അത്രയും സൈസില്ല, അതുപോലെ തന്നെ അത്രയും കയ്പും ഇല്ല കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ വള്ളി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ 1-2 കറി വയ്ക്കാനൊക്കെ ആയിട്ട് കിട്ടും. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിളിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് വെട്ടിക്കളഞ്ഞില്ല, അത് വളരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു പന്തലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് നന്നായിട്ട് കാട് പോലെ ഇങ്ങനെ പടർന്ന് പന്തലിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2-3 മാസമൊക്കെ ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മളിത് പറിച്ച് കളയും അങ്ങനെ. അപ്പോൾ ഇത് ഷുഗറിന് വളരെ നല്ല ഒരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ജ്യൂസ് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ വളരെ താഴ്ന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ പഴുത്ത പാവയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതെന്തായാലും നമ്മളിനി വിത്തിനെടുക്കുക. അപ്പോൾ മൊത്തം ഇത്രയും പാവയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.